വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് വീട് വെച്ച് നൽകുമെന്ന പ്രഖ്യാപനത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പരാതി. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത്. കോലഞ്ചേരി സ്വദേശി ടി.ആർ. ലക്ഷ്മിയാണ് പരാതിക്കാരി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലടക്കം 8 പേർക്കെതിരെയാണ് പരാതി. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് വീട് വെച്ച് നൽകും എന്ന പ്രഖ്യാപനത്തിലാണല്ലോ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പരാതി ഉയർന്നിരിക്കുന്നത്. ഈ പരാതിക്കാരി പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? രോഹിണി, അതായത് വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് വീട് വെച്ച് നൽകുമെന്നുള്ള പ്രഖ്യാപനം അത് പാതി വഴിയിൽ ഉപേക്ഷിച്ച മട്ടാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ യുവതി എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. കോലഞ്ചേരി സ്വദേശിനിയായിട്ടുള്ള ടി.ആർ. ലക്ഷ്മിയാണ് പരാതിക്കാരി. യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾക്കെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്നുള്ളതാണ് ഈ പരാതിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. സാമ്പത്തികമായിട്ടുള്ള ദുരുപയോഗം വലിയ രീതിയിൽ നടന്നിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം അനിവാര്യമാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കം 8 പേർക്കെതിരെയാണ് സെൻട്രൽ പോലീസിൽ പരാതി എത്തിയിരിക്കുന്നത്. നേരത്തെ ഈ പഠന ക്യാമ്പിലടക്കം യൂത്ത് കോൺഗ്രസിന്റെ പഠന ക്യാമ്പിലടക്കം നിരവധി നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു. അതായത് 30 വീട് യൂത്ത് കോൺഗ്രസ് വെച്ചുകൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് സംസ്ഥാനമെമ്പാടും ഓരോ മണ്ഡലവും കേന്ദ്രീകരിച്ചുകൊണ്ട് പണപ്പിരിവ് നടത്തിയത്. ഓരോ മണ്ഡലത്തിൽ നിന്നും 2 ലക്ഷം രൂപയായിരുന്നു പണം പിരിച്ചത്. പക്ഷേ അതൊക്കെ തന്നെ പാതി വഴിയിൽ ഉപേക്ഷിച്ച മട്ടാണ്. താൻ ഉൾപ്പെടെയുള്ള ആളുകൾ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് പണം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സാമ്പത്തികമായിട്ടുള്ള ദുരുപയോഗം നടന്നിട്ടുണ്ട്. സമഗ്രമായിട്ടുള്ള അന്വേഷണം അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പരാതി എത്തിയിരിക്കുന്നത്. എന്തായാലും പഠന ക്യാമ്പിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ച അതേ സാഹചര്യത്തിലും പശ്ചാത്തലത്തിലും തന്നെയാണ് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ പരാതി എത്തിയിരിക്കുന്നത്. ശരി, രേഷ്മ ബാബു ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.